അപ്പം നമ്മളങ്ങനെ ലക്കം വാട്ടർഫോൾസിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അങ്ങോട്ട് പോകണം. നമുക്ക് സ്റ്റെപ്പ് കയറി പോകാനാണ് കേട്ടോ. ഇവിടെ അങ്ങനെ കുറേ ഫോട്ടോസൊക്കെ ഉണ്ട്. അപ്പോൾ ഇതേ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കിയാൽ നമുക്ക് വെള്ളം വരണമൊക്കെ കാണാം. നല്ല രസമായിട്ട് ഇങ്ങനെ വരണമൊക്കെ കാണാം. അപ്പം മറിയൂർക്കുള്ള വഴിയിൽ ഇതാണ് ലക്കം വാട്ടർഫോൾസ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ ഇറങ്ങാനൊക്കെ പറ്റും. അതിന് ഈ സ്റ്റെപ്പ് വരെ മുകളിലേക്ക് പോകണം. നമുക്ക് അവിടെ ഇറങ്ങാൻ വേണ്ടി സൗകര്യം കൂടെ ഇറങ്ങാം. നമുക്ക് പോവാം. അങ്ങനെ നമ്മളെ സ്റ്റെപ്പ് കയറാണ്. 1000 മീറ്റർ കയറണം കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ മുകളിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. മുകളിലൊക്കെ കോട കാണാൻ പറ്റും കേട്ടോ. അപ്പം എനിക്കൊക്കെ ഇവിടെ ഇറങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. അവിടെ നിന്നൊക്കെ നല്ല വ്യൂ ആണ് കേട്ടോ. ഇവിടെ അങ്ങനെ നീരുറവ ഇങ്ങനെ വരണുണ്ടായിരുന്നു. അപ്പം അതിലും ഞാൻ ജസ്റ്റ് ചവിട്ടി നോക്കിയതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഒടുവിൽ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ അപ്പം നമ്മൾ ഇതിൻ്റെ മുകളിൽ എത്തിയിരിക്കുകയാണ്. അപ്പം അവിടെയാണ് കേട്ടോ നമ്മൾ ഇറങ്ങാൻ പോണത്. അപ്പം കുഞ്ഞുസനും സൂര്യചേട്ടയും നിച്ചുന്ന് ഇറങ്ങിയില്ല. ഞങ്ങളൊക്കെ ഇറങ്ങി കേട്ടോ, ഇറങ്ങാൻ തോന്നിയിട്ട്. അപ്പം ഞങ്ങൾ ഇറങ്ങാൻ പോവാണ്. ഞങ്ങളെല്ലാം റെഡിയാക്കി ഷൂ ഒക്കെ ഊരി ഇട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇറങ്ങാണ്. അപ്പം ഞങ്ങൾ ഇറങ്ങിയപ്പോൾ നല്ല തണുത്ത വെള്ളമാണ് കേട്ടോ. നമുക്കവിടെ നിൽക്കാൻ പോലും ഒരു സെക്കൻഡ് പോലും നമുക്കവിടെ നിൽക്കാൻ പറ്റില്ല, അത്രയ്ക്ക് തണുപ്പാണ്. ഞാൻ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നല്ല വഴുക്കലുള്ള പാറകളാണ് കേട്ടോ. അങ്ങനെ തലയൊക്കെ ഇടിച്ച് കഴിഞ്ഞാൽ നല്ല മൂർച്ചയുള്ള പാറകളുമാണ്. നല്ല തണുപ്പാണ് കേട്ടോ. നമുക്കൊരു സെക്കൻഡ് പോലും നിൽക്കാൻ പറ്റില്ല. കുറേ ഐസൊക്കെ ഇട്ട പോലത്തെ അത്രയ്ക്ക് തണുപ്പാണ്. പക്ഷേ എനിക്കിഷ്ടമായി കേട്ടോ. പക്ഷെ നമ്മുടെ കാലൊക്കെ അങ്ങോട്ട് മരവിക്കും കുറേ നേരം നിന്നാൽ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം നിന്നിട്ട് ഞങ്ങൾ പെട്ടെന്ന് കയറി. അപ്പോൾ അതാ നമ്മുടെ വാട്ടർഫോൾസ് ഇതാ അവിടെയാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല. അവിടെ ഒരു കയറ് കെട്ടിയിട്ടുണ്ട്. അവിടെയൊക്കെ അപകട മേഖലയാണ്. പിന്നെ ഞങ്ങൾ ഫോട്ടോഷൂട്ട് അങ്ങോട്ട് തുടങ്ങി. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിൽ പോവാം. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കാറിൽ കയറി. ആ കോടയൊക്കെ ഞങ്ങൾക്ക് കാണാൻ പറ്റും. താഴത്തേക്ക് ഒരു സാധനം പോലും കാണാൻ പറ്റില്ല. അതൊക്കെ കോടയാണ് കേട്ടോ. ഗ്ലാസ്സുമേ ഫ്രണ്ടിലൊക്കെ കോടയാണ്. അപ്പോൾ ഈ വണ്ടികളിലൊക്കെ ലൈറ്റ് ഇട്ടിട്ടായിരുന്നു പോയിരുന്നത്. കാരണം അത്രയ്ക്കും കോടയാണ് കേട്ടോ. അപ്പോൾ ഈ കോട നമുക്ക് മറക്കാൻ പറ്റാത്തൊരനുഭവമായിരുന്നു. ഇങ്ങനെയൊക്കെ കോട ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ചെറുതായിട്ട് ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ കോട ഉള്ള സ്ഥലത്ത് ഇറങ്ങണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു നല്ലൊരു സ്ഥലം നോക്കിയിട്ട് അവിടെ ഇറങ്ങി കേട്ടോ. നല്ല സുഖമായിരുന്നു. നല്ല കോട കണ്ടപ്പോൾ നമ്മൾ ഇറങ്ങിയതാണ് കേട്ടോ. നല്ല ഒന്നും കാണാൻ പറ്റില്ല. ഒരു സാധനം സൂപ്പർ വ്യൂ ആണ്. കണ്ടോ, ഫുൾ പ്ലെയിൻ വൈറ്റ്. അപ്പോൾ ഈ ഫോട്ടോ കണ്ടാൽ നിനക്കറിയാൻ പറ്റും നിറച്ച് കോടയാണെന്ന്.
അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു ഉച്ചയൂണിന് വേണ്ടിയിട്ട് ഒരു ഹോട്ടലിൽ കയറി. നല്ല നാടൻ ഫുഡായിരുന്നു കേട്ടോ അവിടുത്തെ. അപ്പം നമ്മൾ ഈ പൂവിൻ്റെ ഭംഗി നോക്കി പൊട്ടിച്ചതാണ് കേട്ടോ. മണം നോക്കിയപ്പോൾ പെരുംജീരകത്തിൻ്റെ നല്ല മണം. ഇതിന് നിറച്ചുണ്ട് കേട്ടോ പെരുംജീരകം. ഇതൊക്കെ പെരുംജീരകമാണ്. ഞാൻ പിടിച്ചോട്ടെ അപ്പോൾ ഇത് വിരിഞ്ഞിട്ടാണ് കായക്ക് പെരുംജീരകമാണത്. അപ്പം നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരുന്നത് കാടിൻ്റെ നടുവിലൂടെ ആയിരുന്നു കേട്ടോ. നമ്മൾ നമ്മുടെ ഹോട്ടലിൻ്റെ തൊട്ട് മുമ്പിൽ ഇങ്ങനെ മാനും കുരങ്ങനൊക്കെ ഇങ്ങനെ വന്നിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് മറയൂര് സാൻഡൽവുഡിൻ്റെ ഒരു കാട്ടിലാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് നമ്പർ ഒട്ടിച്ചേക്കുന്നത്. അതായത് ഇങ്ങനെ നമ്പർ ഉള്ളതൊക്കെ സാൻഡൽവുഡാണ്. അപ്പോൾ ഇതാ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ സാൻഡൽവുഡ്. ഇതാ അപ്പോൾ ഇതിൽ കുറച്ച് മാത്രം നമ്പർ ഒട്ടിച്ചിട്ടുള്ളൂ. പിന്നെ ഇനി നമ്മൾ ഈ വഴി തന്നെ നമ്മൾ ശർക്കര ഉണ്ടാക്കുന്ന ഫാക്ടറിയിലേക്ക് നമ്മൾ പോകും. നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ മറയൂർ ചന്ദനക്കാട്ടിലൂടെ നമ്മൾ ശർക്കര ഉണ്ടാക്കുന്ന ഫാക്ടറിയിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ അടുത്ത എപ്പിസോഡിൽ ഇടുന്നതായിരിക്കും. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ.